വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം പാവറട്ടി പള്ളിനടയിൽ കപ്പയുടെ മുന്നിൽ വെള്ളം കെട്ടി നിന്നതിനെ സംബന്ധിച്ച് മാതൃഭൂമി പത്രത്തിൽ വാർത്ത വന്നിരുന്നതെല്ലാം നമ്മൾ വായിച്ചു. നമ്മുടെ ഇന്നലത്തെ ചാനലിൽ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ആ വിഷയം സംബന്ധമായിട്ട് വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു കപ്പയുടെ മുന്നിൽ ഇത്തരത്തിൽ പഴയ രീതിയിലൊന്നും ഇല്ലാത്ത വിധത്തിൽ വെള്ളക്കെട്ടുണ്ടായതിനെ സംബന്ധിച്ചിട്ടായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മുമ്പത്തെ വീഡിയോ കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരിതെല്ലാം പോയിട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടും. അപ്പോൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് ശേഷം കപ്പകൾക്ക് മുന്നിൽ ഇന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത്. രാവിലെ 9:30 തന്നെ JCB അടക്കമുള്ള വാഹനങ്ങളായിട്ട് കുറേ ജോലിക്കാർ അവിടെ എത്തുകയും കപ്പയുടെ സൈഡിലുള്ള സെൻറ് തോമസ് റോഡിലേക്ക് വരുന്ന ഭാഗങ്ങളിൽ അടിയിലൂടെ പോയിരുന്ന കാന അതിൻ്റെ സ്ലാബ് എല്ലാം എടുത്തു മാറ്റി. അപ്പോൾ അത് എടുത്തു മാറ്റിയപ്പോൾ അതിൻ്റെ അടിയിൽ മണ്ണും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിറഞ്ഞ് അടിഞ്ഞു കൂടിയ രീതിയിലായിരുന്നു അതുണ്ടായിരുന്നത്. അത് എടുത്തു മാറ്റി ആ മാലിന്യങ്ങളെല്ലാം തന്നെ എടുത്തു മാറ്റിയതിന് ശേഷം തുടർന്ന് ആ സ്ലാബുകളെല്ലാം പഴയ രീതിയിൽ സ്ഥാപിച്ചു. അപ്പോൾ ആ കപ്പയുടെ മുന്നിൽ വെള്ളക്കെട്ടിന് താൽക്കാലികമായിട്ട് ഒരു ശമനമായി. എന്നിരുന്നാലും അവിടെ കെട്ടിക്കിടന്ന വെള്ളം കാനയിലൂടെ ഒഴുകിപ്പോയത് മൂലം കപ്പയുടെ മുന്നിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ടുള്ള വെള്ളക്കെട്ടൊന്നും കാണുന്നില്ല. അതിന് നേതൃത്വം കൊടുത്തത് 4-ാം വാർഡ് മെമ്പറും അതുപോലെ തന്നെ തീർത്ഥ കേന്ദ്രത്തിലെ ചില കമ്മിറ്റി അംഗങ്ങളുടെയും മേലോട്ടത്തിലാണ് ഈ കാന വൃത്തിയാക്കൽ നടന്നത്. കുട്ടികളുടെയും സ്കൂൾ കുട്ടികളുടെയും യാത്രക്കാരുടെയും ദുരിതത്തിന് ഒരു താൽക്കാലിക ശമനം വരുത്താൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. എന്നാൽ ശാശ്വതമായി ഈ പ്രശ്നത്തിനൊരു പരിഹാരമായോ എന്നതാണ് അടുത്ത ചോദ്യം. ഈ ശാശ്വതമായി പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അനധികൃതമായി കപ്പകൾക്ക് മുന്നിൽ ഉയർത്തിക്കെട്ടിയിട്ടുള്ള ആ കാന, ഉയരം കൂടിയ കാന, അത് നീക്കി പണിയേണ്ടത് ആവശ്യമുണ്ടെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. അവിടെ ആ കാന ഉയർത്തിപ്പണിതതും അതിലൂടെ ആ കാനയിലൂടെ റോഡിലെ വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടി ഹോളുകൾ ഇടാത്തതുമാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാവാനുള്ള പ്രധാന കാരണമായിട്ട് നാട്ടുകാർ ആരോപിക്കുന്നത്. കൂടാതെ വലിയൊരു വിഷയമായിട്ട് വിശ്വാസി സമൂഹം ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഈ റോഡിൽ നിന്ന് കാന ഉയർത്തിപ്പണിയത് കാരണം പ്രായമായ ആളുകൾ ഈ കപ്പയെ സന്ദർശിക്കാൻ വരുമ്പോഴും അതുപോലെ തന്നെ വിശ്വാസികളായിട്ടുള്ള പ്രായമായിട്ടുള്ള അമ്മമാരും അച്ഛന്മാരുമെല്ലാം ഈ കപ്പേളയിൽ വന്ന് വിശുദ്ധൻ്റെ മുന്നിൽ മെഴുകുതിരി എത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത്തരത്തിൽ അവർക്ക് ഈ ഉയരം കൂടിയ ഈ കാനയുടെ സ്ലാബ് ഉയരം കൂടിയത് കൊണ്ട് അതിലൂടെ കയറി വരാനായിട്ടുള്ള വലിയ പ്രയാസമാണ് അവർ അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ ബസ് കാത്ത് നിൽക്കാൻ വേണ്ടി വരുന്ന പ്രായമായിട്ടുള്ള മുതിർന്ന ആളുകൾക്കും അതുപോലെ തന്നെ കുട്ടികളെ എടുത്തു വരുന്നവർക്കും ഇത്തരത്തിൽ ഈ ഉയരക്കൂടുതൽ അവരെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും മാതൃഭൂമി പത്രം കാണിച്ചതുപോലെയുള്ള ധീരത മറ്റ് പ്രാദേശിക പത്രങ്ങളും ചാനലുകളും കാണിക്കുകയാണെങ്കിൽ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ PWDയുടെയും ചില ആളുകളും ഉദ്യോഗസ്ഥന്മാരും തീർത്ഥ കേന്ദ്രത്തിലെ അഴിമതിക്കാരായ ചില മെമ്പർമാരും നടത്തിയ ഇത്തരം അനധികൃത ഇടപാടുകളുടെ വിവരങ്ങൾ മറനീക്കി പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന് തർക്കമില്ലാത്ത വിഷയമാണ്. ആരാധനാലയങ്ങളിലെ പുരോഹിതന്മാർക്ക് ഇതിൽ നേരിട്ട് പങ്കില്ലെങ്കിലും തീർത്ഥകേന്ദ്രത്തിലെ കമ്മിറ്റിക്കാരായ ചില ആളുകളാണ് ഇത്തരം അനധികൃത നിർമ്മാണ പ്രവർത്തികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എന്നാണ് വിശ്വാസി സമൂഹത്തിലെ തന്നെ ഒരു വിഭാഗം ആളുകളുടെ അഭിപ്രായം. പുരോഹിതന്മാർ അത് ഏത് സമുദായത്തിൽ നിന്നായാലും, അത് മുസ്ലിം പള്ളിയിലാണെങ്കിലും അതുപോലെ തന്നെ അമ്പലങ്ങളിലാണെങ്കിലും ക്രിസ്തീയ ദേവാലയങ്ങളിലാണെങ്കിലും കമ്മിറ്റിക്കാരെ പേടിച്ച് മിണ്ടാതിരിക്കേണ്ട അവസ്ഥയിലാണ് പല പുരോഹിതന്മാരുടെയും ഇന്നത്തെ അവസ്ഥ. എല്ലാ പുരോഹിതന്മാരും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ദൈവശാസ്ത്രം പഠിച്ചിട്ടാണ് വിവിധ മതങ്ങളുടെ ദേവാലയങ്ങളിൽ അവർ ജോലി ചെയ്യുന്നത്. ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സന്തോഷത്തോടെ ആ ജോലിക്ക് വരുന്ന പുരോഹിതന്മാരുടെ മുന്നിൽ എല്ലാ മതങ്ങളിലെയും വില്ലന്മാരായി നിൽക്കുന്നത് കമ്മിറ്റിയിലെ ചില മെമ്പർമാരാണ്. ഈ ദൈവശാസ്ത്രം മാത്രം പഠിച്ചു വരുന്ന സാധുക്കളായ പുരോഹിതന്മാർ ദൈവത്തോടൊപ്പമോ ചിലപ്പോൾ അതിനേക്കാളേറെയോ കമ്മിറ്റിക്കാരെ തൃപ്തിപ്പെടുത്തുകയും പരിഗണിക്കുകയും ചെയ്യുന്നിടത്ത് പരാജയപ്പെടുമ്പോഴാണ് ഇരു വിഭാഗങ്ങളും, അതായത് വൈദികരും അതുപോലെ തന്നെ ഈ കമ്മിറ്റിക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ ഉടലെടുക്കുന്നത്. എല്ലാ മതക്കാരും ഒട്ടുമിക്ക കമ്മിറ്റികളിലും ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഗുണ്ടകളും അതുപോലെ തന്നെ ആ സ്ഥലക്കച്ചവടക്കാരും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കന്മാരുമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനോ അതല്ലെങ്കിൽ അവിടുത്തെ അറിയപ്പെടുന്ന തറവാട്ടുകാരനോ എന്നീ നിലകളിലാണ് എല്ലാ ജാതികളിൽപ്പെട്ട ആരാധനാലയങ്ങളിലെയും കമ്മിറ്റികളിലേക്ക് ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ സ്ഥാനങ്ങളിലേക്ക് അനർഹരായ ആളുകൾ
തിരഞ്ഞെടുക്കപ്പെട്ട് വരുമ്പോഴാണ് എല്ലാ മതത്തിൽപ്പെട്ട പള്ളി ഈ ആരാധനാലയങ്ങളും ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ഒരു കണക്കിൽ പറഞ്ഞാൽ അത് വിശ്വാസികൾ തന്നെയാണ്, എല്ലാ മതത്തിൽപ്പെട്ട വിശ്വാസികൾ തന്നെയാണ് ഈ അവസ്ഥയ്ക്ക് പൂർണ്ണ ഉത്തരവാദികൾ. കാരണം അവരാണ് ഇത്തരം നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അനർഹരായിട്ടുള്ള ആളുകൾ അർഹതയുള്ള ആളുകളെ നിയന്ത്രിക്കുമ്പോഴാണ് എല്ലാ മേഖലകളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. നമുക്ക് പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ നിയമസഭകളിലോ അല്ലെങ്കിൽ രാജ്യസഭകളിലോ നമുക്ക് നോക്കിയാൽ ശരിയായ വിദ്യാഭ്യാസ യോഗ്യതയോ മറ്റ് ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ആളുകളാണ് IPSലും അതുപോലെ തന്നെ IASലും 1ാം റാങ്കോടെ പാസ്സാകുന്ന ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നത്. ഇത് എല്ലാ മേഖലയിലും നമുക്ക് കണ്ടുവരുന്ന ഒരു വിരോധാഭാസമാണെന്ന് നമുക്ക് പറയാതെ നിവൃത്തിയില്ല. പാവറട്ടിയിൽ അടുത്ത് നടന്ന അശാസ്ത്രീയ കാന റോഡ് നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചതും അതുപോലെ തന്നെ എഞ്ചിനീയർമാർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിരുന്നതും പാവറട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിൻ്റെ ഭർത്താവും മൊബൈൽ ഷോപ്പ് ഉടമയുമായിരുന്ന ഒരു മാന്യദേഹവും അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളുമായിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് നമ്മൾ പാവറട്ടിക്കാർക്ക് പ്രത്യേകിച്ച് വ്യാപാരികൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഭാവിയിൽ ഈ പൊതുമരാമത്ത് പണിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളെ തിരഞ്ഞെടുക്കേണ്ടത് അയാളുടെ എഞ്ചിനീയറിംഗ് വൈഭവം നോക്കിയിട്ടും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരൊരു അക്കൗണ്ടൻ്റ് എങ്കിലുമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവരെ തിരഞ്ഞെടുക്കേണ്ടത്. നിയമപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ അറ്റ്ലീസ്റ്റ് ഒരു വക്കീലോ ഒരു ഗുമസ്തനോ എങ്കിലും ആയിരിക്കാനായിട്ട് ജനങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രോഗികളെ പരിചരിക്കുന്നവരെ നിയന്ത്രിക്കുന്ന ആളുകൾ ഡോക്ടറാവണമെന്നില്ല, ഒരു നഴ്സെങ്കിലും ആവാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളും അതുപോലെ തന്നെ ജനങ്ങളും ശ്രദ്ധിക്കണം എന്നതാണ് ഇതിൽ നമുക്ക് പറയാനുള്ള ഒരു പോയിന്റ്. അതുപോലെ തന്നെ ആരാധനാലയങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് അതാത് മതങ്ങളിൽ ജ്ഞാനമുള്ള ആളുകളും അതുപോലെ തന്നെ സത്യസന്ധരും സൽഗുണ സമ്പന്നരുമായ ആളുകളെ മുൻപ് ക്രിമിനൽ കേസുകളിലോ മറ്റ് കേസുകളിലൊന്നും പെടാത്ത മാന്യന്മാരായ ഏറ്റവും ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രം പറയുന്ന ആളുകളെ തിരഞ്ഞെടുത്താൽ മാത്രമേ എല്ലാ ആരാധനാലയങ്ങളിലും ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കുറച്ചെങ്കിലും മാറ്റമുണ്ടാകുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും നമുക്ക് നേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ജാതിമത ഭേദമന്യേ ഇത്തരം കാര്യങ്ങളിലെല്ലാം നല്ലവണ്ണം ശ്രദ്ധിച്ച് നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. അതുപോലെ തന്നെ പാവറട്ടിയിലെ കപ്പേളയ്ക്ക് മുമ്പിലുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കി വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ നാട്ടുകാരെയും സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ പാവറട്ടി ബസ് സ്റ്റാൻഡിൽ വെയിറ്റിംഗ് ഷെഡിൽ മക്കളും കുടുംബാംഗങ്ങളും എല്ലാം ഉപേക്ഷിച്ച നിലയിൽ 3-4 ദിവസമായിട്ട് തളർന്നു കിടന്നിരുന്ന കുഞ്ഞുമോൻ ചേട്ടനെ, അദ്ദേഹം മുൻകാലത്ത് പാവറട്ടിയിലെ ടാക്സി ഡ്രൈവറായിരുന്നു, പൂച്ചേരി മുഹമ്മദ് ഉണ്ണിയോടൊപ്പം പാവറട്ടി പൊതുപ്രവർത്തനമായിട്ടുള്ള പൂച്ചേരി മുഹമ്മദ് ഉണ്ണിയോടൊപ്പം പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് SI സാറിനോട് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SI സാറ് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് അടിയന്തരമായിട്ട് കുഞ്ഞുമോൻ ചേട്ടനെ ആശുപത്രികളിലേക്കോ അല്ലെങ്കിൽ അഗതി മന്ദിരങ്ങളിലേക്കോ മാറ്റാൻ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രി തന്നെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ഭർത്താവും മറ്റു ചില മെമ്പർമാരും കൂടി അദ്ദേഹത്തെ സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ പേപ്പറുകളും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം പഞ്ചായത്ത് സെക്രട്ടറി ശരിയാക്കിയതിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തെ സിസ്റ്റർമാർ, അതായത് ഇളവള്ളിയിലുള്ള സിസ്റ്റർമാർ നടത്തുന്ന അഗതി മന്ദിരത്തിലേക്ക് മാറ്റിയതും അതിനുശേഷം സന്തോഷവാനായിട്ടുള്ള കുഞ്ഞുമോൻ ചേട്ടൻ്റെ വീഡിയോയും നമ്മൾ മുൻപ് നമ്മുടെ വീഡിയോകളിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം പൊതുപ്രവർത്തകനായിട്ടുള്ള പൂച്ചേരി മുഹമ്മദ് ഉണ്ണിയോടൊപ്പം അഗതി മന്ദിരത്തിൽ പോയി കുഞ്ഞുമോൻ ചേട്ടനെ കാണുകയുണ്ടായി. HBയുടെ കൗണ്ട് കുറവായതിനാൽ അദ്ദേഹത്തിൻ്റെ കാലിലെല്ലാം നീര് വന്നിട്ട് കുറച്ച് ക്ഷീണിതനായ രീതിയിലാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയത്. അഗതി മന്ദിരത്തിൽ നിന്ന് 2 പ്രാവശ്യം അദ്ദേഹത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയും ഡോക്ടർമാർ നിർദ്ദേശിച്ചതനുസരിച്ച് മരുന്നുകളെല്ലാം കഴിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. മക്കളും ബന്ധുക്കളും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കൂടാതെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 തവണയെങ്കിലും അഗതി മന്ദിരത്തിലെ നിർധനരും രോഗികളുമായുള്ള ആളുകളെ എത്തി അവരെ പരിശോധിക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ചികിത്സകൾ നൽകാനും കഴിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സഹായമായിരിക്കും. കാരണം
പ്രായമായിട്ടുള്ള രോഗികളെയും കൊണ്ട് ഓട്ടോറിക്ഷകളിലും മറ്റും സർക്കാർ ആശുപത്രികളിലും കൊണ്ടുപോകുന്നത് അഗതി മന്ദിരത്തിലെ പ്രായമായ സിസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു വെല്ലുവിളിയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുന്നത് വഴി അടുത്ത വീഡിയോയിൽ അത് എനിക്ക് വീഡിയോ ചെയ്യുന്നതിനായിട്ട് ഉപകാരപ്പെടുന്നതാണ്. അടുത്ത ഒരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെയും